ഈ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വരും. അതേപോലത്തെ ഒരു പ്രോഗ്രാമാണ്. കീം പരീക്ഷ, മാർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ കീം ബൈ റാൻഡം സെലക്ഷൻ. റാൻഡം സെലക്ഷനിൽ നമ്മൾ 120 ക്വസ്റ്റിന് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ആൻസർ ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്യാം. ഇതല്ല ആൻസേഴ്സ് 1 2 3 4 5. അപ്പോൾ നിങ്ങൾ ഈ 120 ക്വസ്റ്റ്യനിൽ ഒന്നുകിൽ 3 എല്ലാത്തിനും 3 ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ 4 ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ആൻസർ ചെയ്യുന്നത് 4 ആണെന്ന് വിചാരിക്കുക. 5 ഓപ്ഷനാണ്. കീം പരീക്ഷയ്ക്ക് 5 ഓപ്ഷനാണുള്ളത്. 1 2 3 4 5 അല്ലെങ്കിൽ ABCDE 5 ഓപ്ഷനാണുള്ളത്. അതിൽ നമ്മൾ ഓപ്ഷൻ നമ്പർ 4 എല്ലാത്തിനും ഞാൻ ഓപ്ഷൻ നമ്പർ 4 കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര മാർക്ക് കിട്ടും നോക്കാം. കണ്ടോ, ഓപ്ഷൻ നമ്പർ 4 കൊടുത്താൽ എനിക്ക് കിട്ടുന്നത് -10 മാർക്കാണ് കിട്ടുക. -10 മാർക്കാണ് എനിക്ക് കിട്ടുക. കണ്ടോ, -10 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ കറക്റ്റ് ഞാനിപ്പോൾ 4 ആണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. 1 കറക്റ്റായി 14 എണ്ണം, 2 കറക്റ്റായി 25, 3 കറക്റ്റായി 30, 4 കറക്റ്റായത് 22 ഉള്ളൂ, 5 കറക്റ്റായി 29. അപ്പോൾ 22 ആൻസറേ എനിക്ക് ശരിയായിട്ടുള്ളൂ. 120-ൽ 22 ആൻസറേ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ തെറ്റിപ്പോയി. അപ്പോൾ എനിക്ക് എത്രയാണ്? 22 എണ്ണത്തിന് 22 × 4 88 മാർക്ക് കിട്ടും. 88 മാർക്ക് കിട്ടും. ബാക്കിയുള്ളതൊക്കെ തെറ്റിപ്പോയി. അതിനൊക്കെ ഓരോ മാർക്ക് കുറയ്ക്കും. കുറച്ച് കഴിഞ്ഞാൽ യുവർ മാർക്ക് ഈസ് -10 ആണ് കിട്ടുക. നമുക്കിനി വേറൊന്ന് കൂടെ നോക്കാമല്ലോ. എൻ്റർ യുവർ ആൻസർ 1 എൻ്റർ ചെയ്തു. കണ്ടോ, ഇപ്പോൾ നമുക്ക് 10 മാർക്സ് കിട്ടി. 1 എത്ര പ്രാവശ്യം ശരിയായി? 26 പ്രാവശ്യം 1 ശരിയായിട്ടുണ്ട്. അപ്പം 26 പ്രാവശ്യം ശരിയായപ്പോൾ നമുക്ക് 26 × 4 മാർക്ക് കിട്ടി. ബാക്കിയുള്ളത് നെഗറ്റീവ് മാർക്ക് വന്നു. ഇനി വേറൊന്ന് എൻ്റർ ചെയ്യാം. നമുക്ക് 5 എൻ്റർ ചെയ്ത് നോക്കാം. 5 എൻ്റർ ചെയ്തു. അപ്പം യുവർ ആൻസർ ഈസ് മാർക്ക് ഈസ് 5 മാർക്കാണ് കിട്ടിയത്. 5 എൻ്റർ ചെയ്തപ്പോൾ 25 ആൻസർ കറക്റ്റായി വന്നു. 25 ആൻസർ കറക്റ്റായി വന്നു. അപ്പോൾ 25 × 4 100 മാർക്ക് കിട്ടും. 100 മാർക്ക് കിട്ടും. 100 മാർക്ക് കിട്ടി. 25 എണ്ണം കറക്റ്റ് ചെയ്തു. 100. പിന്നെ ബാക്കി 120 25 എണ്ണം പോയാൽ 95 എണ്ണം തെറ്റി. 95 എണ്ണത്തിന് തെറ്റുമ്പോൾ -95 മാർക്സ് പോകും. 95 എണ്ണം തെറ്റിയപ്പോൾ 100 എണ്ണം ശരിയായപ്പോൾ 25 എണ്ണം ശരിയായപ്പോൾ 25 × 4 100 മാർക്ക് കിട്ടും. തെറ്റിയ 95 മാർക്ക് കുറയ്ക്കും. ആൻസർ ആൻസർ നമ്മൾ എൻ്ററാണ്. 5 മാർക്സ്. യുവർ മാർക്ക് ഈസ് 5. അതാണ്. നമുക്കിതിൻ്റെ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രോഗ്രാം ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇമ്പോർട്ട് റാൻഡം എന്ന് പറയുന്ന ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തു. കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ i = 1, സം 1 0 0 0 എല്ലാം 0 ആയിട്ട് എടുത്തു. എന്നിട്ട് i <121 ആണ്. അപ്പം 120 വരെയേ ഈ ഐയുടെ വാല്യൂ പോവുള്ളൂ. ഇനി ആദ്യത്തെ കമ്പ്യൂട്ടർ സെലക്ഷൻ random.range. റാൻഡം എന്ന ലൈബ്രറിയിലെ range എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എടുത്തിരിക്കുന്നത്. റാൻഡം എന്ന ലൈബ്രറിയിലെ .range എന്ന ഫംഗ്ഷനാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 മുതൽ 6 വരെ 1 to 6 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. 1 2 3 4 5 ഇത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടർ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. 1 2 3 4 5 ആദ്യത്തെ ഒരു നമ്പർ സെലക്ട് ചെയ്തു. അതാണ് നമ്മൾ കറക്റ്റ് ആൻസർ എന്ന് വിചാരിക്കുക. ഇനി കമ്പ്യൂട്ടർ സെലക്ഷൻ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ 1 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടറിനെ സെലക്ട് ചെയ്ത് 1 ആണെങ്കിൽ സം = സം + 1. കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് 1 ആണെങ്കിൽ സം എന്താവും? 1 ആവും. ഇല്ല, കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് 2 ആണെങ്കിലോ 2ൻ്റെ സം 1 ആവും. സം 2 ഇത് ആൻഡ് സോ ഓൺ. ഇനി കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് 5 ആണെങ്കിൽ എന്താവും? എൽസ് 5 ആയിരിക്കും. സം 5 = 1 ആവും. അത് കഴിഞ്ഞ് i = i + 1 ആവും. ഇവിടെ വന്നു. ഇനിയും ഇങ്ങനെ ഇത്
ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ലൂപ്പിൻ്റെ അകത്തൂടെ. അങ്ങനെ 120 പ്രാവശ്യം പോയി കഴിയുമ്പോൾ കമ്പ്യൂട്ടർ 1 എത്ര സെലക്ട് ചെയ്തു, 2 എത്ര സെലക്ട് ചെയ്തു, 5 എത്ര സെലക്ട് ചെയ്തു എന്നുള്ളത് പറയും. സമ്മ്, ഈ സമ്മിൽ സം 1 എത്രയായി, സം 2 എത്രയായി, സം 3, സം 4, സം 5 ഓരോന്നും കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് എത്രയുണ്ടെന്ന് പറയും, കിട്ടും നമുക്ക്. അതാണ് കറക്റ്റ് ആൻസർ. അപ്പം സം 1 കറക്റ്റായി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കും, 2 കറക്റ്റായി എത്ര എണ്ണം കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുന്നു നോക്കും. അങ്ങനെ ഈ 5 എണ്ണവും കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യും, കറക്റ്റായിട്ടുള്ളത് കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തു. ദെൻ ആൻസേഴ്സ് 1, 2, 3, 4, 5 ആണ് ആൻസർ. നമ്മൾ പ്രിൻ്റ് ആൻസേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കാണും പ്രിൻ്റ് ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻസേഴ്സ് ഈക്വൽ ടു ആൻസേഴ്സ് എന്ന് പ്രിൻ്റ് ചെയ്യും. ആൻസേഴ്സ് ഈക്വൽ ടു ആൻസേഴ്സ് എന്ന് പ്രിൻ്റ് ചെയ്ത് സെലക്ഷൻ ഇൻപുട്ട് ഇൻ എൻ്റർ. ഈ ആൻസേഴ്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നമ്മൾ ഈ എൻ്റർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻസേഴ്സ് എന്ന് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യണ ഒരു നമ്പർ, ആ എൻ്റർ ചെയ്യുന്ന നമ്പറാണ് ആൻസർ. ഇൻപുട്ട് യുവർ നമ്പർ. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ കോഡ് എഴുതുക. കോഡ് എഴുതി കഴിയുമ്പോൾ ഇവിടെ എൽസ് മാർക്ക് ഈക്വൽ ടു ഈ സെലക്ഷൻ 1 ആണ് കറക്റ്റായെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഈക്വൽ ടു സം 1 ഇൻറ്റു 4. സം 1 എത്ര പ്രാവശ്യം കറക്റ്റ് ചെയ്തു അത് ഇൻറ്റു 4 മൈനസ് സം 2 എത്ര പ്രാവശ്യം വന്ന് നോക്കുക, സം 3 എത്ര പ്രാവശ്യം വന്ന് നോക്കുക, സം 4 എത്ര പ്രാവശ്യം വന്ന് നോക്കുക, സം 5 എത്ര പ്രാവശ്യം വന്ന് നോക്കുക. അതിൽ നിന്നെല്ലാം സബ്ട്രാക്ട് ചെയ്യുക ആൻഡ് സോ ഓൺ. അപ്പോൾ ഇവിടെ നമുക്ക് 1 സെലക്ട് ചെയ്താൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് ഇവിടുന്ന് വരിക. ഇവിടുന്ന് 2 സെലക്ട് ചെയ്താൽ എത്ര മാർക്ക് കിട്ടിയെന്ന് ഇവിടുന്ന് വരും. ഇവിടുന്ന് 3 സെലക്ട് ചെയ്താൽ എത്ര മാർക്ക് കിട്ടുമെന്ന് വരും. ഇവിടെ 4 സെലക്ട് ചെയ്താൽ എത്ര മാർക്ക് കിട്ടിയെന്ന് വരും. ഇവിടെ 5 സെലക്ട് ചെയ്താൽ എത്ര മാർക്ക് കിട്ടിയെന്ന് വരും. എന്നിട്ട് നമ്മൾ ഇത് ഒന്നും കൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫോർമുല എഴുതേണ്ടത് നിങ്ങൾ ഇതാണ് ഫോർമുല എഴുതേണ്ടത്. ഫോർമുല മാർക്ക് ഈക്വൽ ടു ഓക്കെ. നമുക്കൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. ആൻസേഴ്സ് ഏതാണ് നിങ്ങളുടെ ആൻസർ കറക്റ്റ് എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ആൻസറാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ 5 ആൻസറാണ്. എൻ്റർ യുവർ ആൻസർ. ഇതാ ഇവിടെ നമ്മൾക്ക് ഇതുണ്ട ആൻസേഴ്സ് പ്രിൻ്റ് ഇതുണ്ട ആൻസേഴ്സ് എന്നുള്ളത് വന്നു. എൻ്റർ യുവർ ആൻസേഴ്സ് പ്രിൻ്റ് ആൻസേഴ്സ് ആൻസർ എന്ന് വന്നു. ഇതാണ് ആൻസേഴ്സ്. ആൻസേഴ്സ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് തന്നു. ആൻസേഴ്സ് എന്ന് എഴുതിയിട്ട് ഇത് ആൻസേഴ്സ്, ഇതാണ് ആ ആൻസേഴ്സ് ഈക്വൽ ടു എന്നുള്ളത് എഴുതി തന്നു. എന്നിട്ട് ആൻസർ നമ്മുടെ ആൻസർ ഏതാണെന്നുള്ളത് ഇതാണ് വന്നത് പ്രിൻ്റ് ചെയ്ത്. ആ ആൻസറാണ് ഇവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എൻ്റർ യുവർ ആൻസർ ഇതാണ് എൻ്റർ യുവർ ആൻസർ. അതാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ആൻസർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. 4 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് കണ്ടോ ഓരോന്നും പ്രിൻ്റ്. ഓപ്ഷൻ 1 കറക്റ്റ് ഈസ് സം 1. ഓപ്ഷൻ 1 ഇതാ. ഓപ്ഷൻ 1 കറക്റ്റ് ഈസ് ഈക്വൽ ടു 28. ഓപ്ഷൻ 2 കറക്റ്റ് ഈസ് ഈക്വൽ ടു 35. ഓപ്ഷൻ 2 കറക്റ്റ് ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. യുവർ മാർക്ക് ഈസ് -45. നമ്മൾ 4 ആണ് സെലക്ട് ചെയ്ത് 4 15 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. 15 × 4 15 × 4 60 മാർക്ക് നമുക്ക് കിട്ടും. 15 ശരിയായിട്ടുള്ളൂ. 15 × 4 60 മാർക്കേ കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ തെറ്റിയതാണ്. നമുക്ക് 120 നിന്ന് 15 കുറച്ച് ബാക്കിയുള്ള അത്രയും മൈനസ് കുറയ്ക്കും. അപ്പോൾ നമുക്ക് -45 കിട്ടുള്ളൂ. ഓക്കെ.